ഹല്ലേലൂയ. വളരെ ആനന്ദത്തോടെയാണ് നിങ്ങളുടെ മുൻപിൽ ദൈവവചനവുമായിട്ട് നിൽക്കുന്നത്. മഹത്വത്തിന് സാന്നിധ്യമെന്ന ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തിനായി നമുക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, 100-ാം സങ്കീർത്തനം 5-ാം തിരുവചനത്തിൽ ദൈവവചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. ഈ വലിയ ബോധ്യത്തോടെ ദൈവ സാന്നിധ്യത്തിന്റെ തണലിൽ കർത്താവിന്റെ വചനത്തിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം പാടി ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഈ സമയം നിങ്ങൾ ടെലിവിഷന് മുൻപിലാണ് ഇരിക്കുന്നതെന്ന് അറിയാം. എങ്കിലും ദൈവ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ഒരു സ്നേഹ സമൂഹമായി നമ്മുടെ നാഥന്റെ മുൻപിൽ നമുക്കായിരിക്കാം. കരങ്ങൾ അടിച്ച് വളരെ ആനന്ദത്തോടെ നമുക്ക് ഏറ്റുപാടാം. അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്, അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. ആ ബോധ്യത്തോടെ പറഞ്ഞേ, അവിടുത്തെ നന്ദി, കർത്താവേ നന്ദി, ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. അവിടുന്നേകും കാരുണ്യം പരസ്പരം നോക്കി പുഞ്ചിരിച്ചു നേറ്റു പറഞ്ഞ എല്ലാവരും, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്, അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി ദൈവസ്നേഹത്തിൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ, ദൈവസ്നേഹത്തിന്റെ തീപ്പൊരി നമ്മുടെ ആത്മാവിൽ കത്തിപ്പടരുവാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ദൈവസ്നേഹത്തിന്റെ അഭിഷേകം, ദൈവ സാന്നിധ്യത്തിന്റെ അഭിഷേകം ഓരോ ജീവിതങ്ങളിലും കത്തിപ്പടരട്ടെ. സിംഹക്കുട്ടികൾ ഇറകെട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു, കർത്താവിനെ അന്വേഷിക്കുന്നോർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ആ ബോധ്യത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നോർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നിനും കരങ്ങൾ ഉയർത്തി അടിച്ച് എല്ലാവരും, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്, അവിടുന്നേകും കാരുണ്യം. ആ ആത്മനിറവിൽ ആനന്ദിച്ചേറ്റു പറഞ്ഞേ, ഇതാ അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം ആനന്ദമായി കടന്നു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം കത്തിജ്വലിക്കുവാൻ, ദൈവസ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ആത്മാക്കളായി നമ്മൾ മാറുവാൻ ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അവിടുത്തെ നാമം അത്ഭുത നാമമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സാഹചര്യങ്ങളെ അവിടുത്തെ അഭിഷേകത്തിന് കരങ്ങൾ നീട്ടണമേ. രോഗപീഠകൾ അഴിഞ്ഞു മാറട്ടെ, രോഗക്കെട്ടുകൾ വിട്ടുമാറട്ടെ, രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ, കുഞ്ഞുമക്കൾ അത്ഭുതകരമായ അഭിഷേകത്താൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിന്റെ അഗ്നി എല്ലാ ജീവിതങ്ങളിലും കത്തി കത്തി പടരട്ടെ. ലോർഡ് ഫയർ. ഹല 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 ഹല. അഭിഷേകം പകരണമേ, പകരണമേ, പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളിലേക്കും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ജനകോടികളിലേക്ക് ഈ സമയം ദൈവത്തിന്റെ സ്നേഹം അഭിഷേകമായി കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പ്രത്യേകം നിയോഗങ്ങളുമായി ആവശ്യങ്ങളുമായി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം കൃപയായി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിച്ച് വലിയ വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയാം: അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്, അവിടുന്നേകും കാരുണ്യം ഉന്നതമാണ്.
പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനത്തിലൂടെ ഇന്നേ ദിവസം അതിപ്രാധാന്യമേറിയ ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ദൈവവചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസത്തിന് മാത്രമാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിത്യതയിൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം ഒരു തൊട്ടാവാടി വിശ്വാസമായി മാറരുത്. എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ളൊരു വിശ്വാസമായി അത് അധപതിക്കുകയും അരുത്. സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസം പരീക്ഷകളെ അതിജീവിക്കുന്ന ഒരു വിശ്വാസ തലത്തിലേക്ക് ഉയരുവാനാണ്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ വീണ്ടും വചനം വെളിപ്പെടുത്തുന്നു: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി ഇതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. നമ്മളെ പരിശോധിക്കുവാൻ ചില പരീക്ഷകൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് വചനം ഉറപ്പു തരികയാണ്. ദൈവത്തിന്റെ ആത്മാവി സമയം എന്റെ ഹൃദയത്തെ പ്രേരിപ്പിക്കുകയാണ്. വിവിധങ്ങളായ വിഷയങ്ങളിൽ, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന അനേക മക്കള് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ടും ദൈവവചനം ധ്യാനിച്ചിട്ടും കർത്താവിന്റെ സ്നേഹത്തെ സ്വന്തമാക്കിയിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലെന്ന് ഓർത്ത് പലരും സംശയിക്കുന്നുണ്ട്, പലരും ഭാരപ്പെടുന്നുണ്ട്, പലരും അസ്വസ്ഥരുണ്ട്. നിങ്ങൾക്കുള്ള മറുപടി കർത്താവ് ഈ തിരുവചന സന്ദേശത്തിലൂടെ തരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ 3 വിധത്തിലുള്ള പരീക്ഷകൾ ഉണ്ടാകാം. ഒന്ന്, നമ്മെ പരിശോധിക്കുവാനായി നമ്മുടെ ദൈവം അനുവദിക്കുന്ന ചില പരീക്ഷകൾ. രണ്ടാമത്, നമ്മെ ഓരോരുത്തരെയും തകർക്കുവാനായി, നശിപ്പിക്കുവാനായി ശത്രുവായ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന പരീക്ഷകൾ. മൂന്നാമത്, നമ്മുടെ ജഡീകമായ താല്പര്യങ്ങളിൽ നിന്ന്, നമ്മുടെ സ്വന്തം ദുർമോഹങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില പരീക്ഷകൾ. എന്നാൽ ഈ മൂന്നിനോട് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം വ്യത്യസ്ത തലത്തിലായിരിക്കണം. നമ്മളെ പരിശോധിക്കുവാനായി ദൈവം അനുവദിക്കുന്ന പരീക്ഷകൾ അത് നമ്മൾ ക്ഷമയോടെ സ്വീകരിക്കണം. നമ്മളെ തകർക്കുവാനായി പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന പരീക്ഷകളെ യേശുവിന്റെ അധികാരമുള്ള നാമം ഉപയോഗിച്ച് ആ പരീക്ഷകളെ തകർത്ത് കളയുവാനുള്ള ആത്മനിറവ് നമുക്കുണ്ടാകണം. നമ്മുടെ ജഡീകമായ താല്പര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ പരീക്ഷണങ്ങളുടെ മേൽ നമ്മൾ ജയം നേടണം. അപ്പൊ നമ്മളിത് 3 പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇന്ന് പരിശുദ്ധാത്മ നമ്മൾക്ക് നൽകുന്നത് നമ്മളെ പരിശോധിക്കുവാനായി ദൈവം നൽകുന്ന പരീക്ഷകളെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2-ഉം 3-ഉം തിരുവചനങ്ങള്. ഇപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ സഹോദര ഇതുപോലെയുള്ള കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളൊക്കെ അനുവദിക്കപ്പെടുന്നത്? ചുമ്മാതെയല്ല ദൈവമക്കളെ. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ ദൈവത്തിന് നിശ്ചയമായും ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് യാക്കോബ് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്? എന്റെ സഹോദരരെ,
വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഈ വചനം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളൊരു വചനം. വിവിധ പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പൊ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു ഈസി ലൈഫ് അല്ല. ഇന്ന് അനേകർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ക്രൈസ്തവ വിശ്വാസത്തിൽ മുന്നേറി കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിധത്തില് അല്ലലും അലച്ചിലുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രതികൂലങ്ങളില്ല, ഒരു വെല്ലുവിളികളുമില്ല. സുന്ദരമായ ജീവിതം, വളരെ അടിപൊളിയായിട്ടുള്ളൊരു ജീവിതം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവ് ഈ വചനത്തോടെ വെളിപ്പെടുത്തുകയാണ്, ക്രൈസ്തവ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകും. നിങ്ങൾ അകപ്പെടുമ്പോൾ, അകപ്പെടുകയാണെങ്കിൽ എന്നല്ല പറയുന്നത്, അകപ്പെടുമ്പോൾ. ഇത് ചിലർക്കൊരു ഷോക്കായിരിക്കാം, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ട്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള പരീക്ഷകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ പോകുന്ന പോക്കിന് എന്തോ കുഴപ്പമുണ്ടെന്നാ അതിന്റെ അർത്ഥം. നമ്മൾ കർത്താവിനോട് കൂടി ജീവിക്കുമ്പോൾ, വിശ്വാസത്തിൽ മുന്നേറുമ്പോൾ പരീക്ഷകൾ ഉണ്ടാകും. പക്ഷെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്, ഈ സന്ദർഭങ്ങളിൽ ദൈവമക്കളായ നമ്മൾ സന്തോഷിക്കണം, നമ്മൾ ആനന്ദിക്കണം. എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത്? 3-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുന്നു, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരത അതിൽ ലഭിക്കുമെന്ന് അറിയാമല്ലോ. അപ്പൊ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകാനാണ്. നമ്മളെ പരിശോധിക്കുവാൻ ചില പരീക്ഷകൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാന്ന് വെളിപ്പെടുന്നത്. നമ്മുടെ തനി നിറം, നമ്മുടെ തനി സ്വഭാവം വെളിപ്പെടുന്നത് എപ്പോഴാ? നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകുമ്പോഴാ. ഈ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ മധുരൈ എന്ന സ്ഥലത്ത് അവിടെ മിഷൻ പ്രവർത്തനത്തിനായി കടന്നു ചെന്ന ഒരു മിഷണറി കുടുംബം, ഒരു ഭാര്യയും ഭർത്താവും, ഒരു വളരെ പാവപ്പെട്ട മനുഷ്യരായിരുന്നു. ദൈവം മാത്രം കൈമുതലായിട്ടുള്ളവരെ. ആ മധുരയുടെ അടുത്തുള്ള കൊച്ചു ഗ്രാമങ്ങളിൽ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരോട് അവർ യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ചു. അങ്ങനെ ദൈവരാജ്യത്തിനു വേണ്ടി അവർ അധ്വാനിക്കുകയാ. നാളുകൾ കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി. അങ്ങനെ പ്രസവ സമയം എടുത്തു. മധുരയിലുള്ള അവിടെ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ, ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനായി അദ്ദേഹത്തിന്റെ ഭാര്യയെ പ്രവേശിപ്പിച്ചു. സഹായിക്കാൻ ആരുമില്ല, സാമ്പത്തികമായി സഹായിക്കാൻ ആളുമില്ല. ഇന്നൊക്കെയാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി സഹായിക്കാനാണെങ്കിൽ ആൾക്കാരുണ്ട്. പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനില്ല, സ്വർഗം മാത്രം കൂട്ടിനെ. അങ്ങനെ ആ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിച്ചു. ആ സഹോദരി ലേബർ റൂമിലോട്ട് കയറ്റി. ആ ലേബർ റൂമിന്റെ മുൻപിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞുള്ള ഒരു ബെഞ്ച് കിടപ്പുണ്ട്. ആ ബെഞ്ചിൽ ഈ മനുഷ്യൻ ഇരുന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്ക്, നഴ്സുമാർക്കൊക്കെ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്പം കഴിഞ്ഞപ്പോൾ ലേബർ റൂമിൽ നിന്ന് ഡോക്ടർ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ വളരെ സീരിയസ് ആയ അവസ്ഥയിലാണ്, ബ്ലീഡിംഗ് ഒത്തിരി നടന്നുകൊണ്ടിരിക്കുക, എന്തു വേണമെങ്കിലും സംഭവിക്കാം, ഭാര്യ മരിച്ചു പോകാം, കുഞ്ഞു മരിച്ചു പോകാം, വളരെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. സാഹചര്യം ഇതുപോലെ വഷളായിട്ടും എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും ഈ ദൈവദാസൻ അദ്ദേഹം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കുക. ഇതൊരു പരീക്ഷണമായിരുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ, ദൈവത്തോടുള്ള ബന്ധത്തെ, ദൈവാശ്രയത്വത്തെ തിരിച്ചറിയുവാൻ ദൈവം അനുവദിച്ച ഒരു പരീക്ഷണം. പക്ഷേ അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് യേശുവിന്റെ നാമത്തെ അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ലേബർ റൂമിന്റെ മുൻപിൽ കിടക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ബെഞ്ചിലിരുന്ന് ആ ദൈവഭക്തൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇന്നും ജീവിക്കുന്ന, ഇന്നും അനേകം ആയിരങ്ങളുടെ ജീവിതത്തിൽ അതൊരു ഉണർത്തുപാട്ടാണ്. ചില വരികൾ പറഞ്ഞു കൊടുത്തു, അതൊരു ഗാനമായി മാറി. ആ ബെഞ്ചിലിരുന്ന് ആത്മനിറവിൽ അദ്ദേഹം ഏറ്റുപാടി, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ഹൃദയം വല്ലഭൻ നീ എന്ന ഭയം
വന്നിടുമോ പിന്നഭയം? അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപ പെരും നദിയെ. നമ്മളൊക്കെ ഇന്ന് പാടി പ്രാർത്ഥിക്കാറുള്ള ഈ അനുഗ്രഹത്തിന് അധിപതി എന്നുള്ള ഗാനം അങ്ങനെയാണ് ജനിച്ചത്. അദ്ദേഹം പാട്ട് എഴുതാൻ വേണ്ടി ഇരുന്നതല്ല. ആ പ്രതികൂല സാഹചര്യത്തിന് മുൻപിൽ തന്റെ ഭാര്യയും തന്റെ കുഞ്ഞും മരിച്ചു പോകുമെന്നുള്ള ആ സാഹചര്യത്തിന് മുൻപിൽ അദ്ദേഹം ഇരുന്ന് അദ്ദേഹം വിശ്വാസത്തോടെ ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായി ആ വരികൾ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില പരീക്ഷണങ്ങൾ ഉണ്ട്. ക്രിസ്തീയ ജീവിതം പരീക്ഷണങ്ങളുടെ ജീവിതമാ. അത് ചുമ്മാ ഒരു ഈസി ലൈഫ് അല്ല. അതെന്തിനു വേണ്ടിയാ? നമ്മൾ ബലപ്പെടുവാൻ, വിശ്വാസത്തിൽ നമ്മൾ സ്ട്രോങ് ആവാൻ, വിശുദ്ധിയിൽ കത്തിച്ചൊലിക്കാൻ, ദൈവസ്നേഹത്തിൽ എരിയപ്പെടുന്നവരായി മാറാൻ. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം. പല വിധത്തിലും അവനെ പരിശോധിക്കുവാനായി ദൈവം ചില പരീക്ഷകൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ അനുവദിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും. ദൈവ ആശ്രയത്തോടുള്ള ബന്ധത്തിൽ ദൈവം അബ്രഹാമിനെ പരിശോധിക്കുക. അതിനുവേണ്ടി ഒരു പരീക്ഷ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ആ പരീക്ഷയെ വിശ്വാസത്തോടെ അബ്രഹാം അതിജീവിച്ചതായി നമുക്ക് കാണാൻ പറ്റും. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും. ഭൗതിക വസ്തുക്കളോടുള്ള ബന്ധത്തിൽ അബ്രഹാമിനെ പരിശോധിക്കുവാൻ ചില പരീക്ഷകൾ അവന്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുകയാണ്. എന്നാൽ ആ പരീക്ഷകളുടെ മുൻപിൽ തന്റെ സഹോദരപുത്രനായി ലോത്തിനോട് അബ്രഹാം പറഞ്ഞു, ലോത്തെ, സ്ഥലം മുഴുവൻ നമ്മുടെ കൺമുൻപിൽ ഉണ്ടല്ലോ, നീ എന്നെ വിട്ടു പിരിഞ്ഞു പോ. നിനക്ക് ഏത് സ്ഥലമാണ് വേണ്ടതെങ്കിൽ നീ എടുത്തോ എന്ന് പറഞ്ഞ് ആ പരിശോധനയെ അബ്രഹാം അതിജീവിക്കുകയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും. സമ്പത്തിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിനെ പരിശോധിക്കുവാൻ ഒരു വലിയ പരീക്ഷയുണ്ടായി. സോദോം രാജാവായ ബേറ കോടാനുകോടി വിലപിടിപ്പുള്ള സമ്പത്ത് അബ്രഹാമിന്റെ മുൻപിൽ വെച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഇതെല്ലാം എടുത്തോളാൻ പറഞ്ഞു. എന്നാൽ പ്രിയ ദൈവമക്കളെ, സമ്പത്തിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിനുണ്ടായ ആ പരിശോധനയിലും അബ്രഹാം വിജയിച്ചു. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം തന്റെ വിശ്വാസ യാത്രയിൽ മുന്നോട്ടു പോയി. അതിന്റെ ഏറ്റവും വലിയൊരു ഫൈനൽ ടെസ്റ്റ് ആയിരുന്നു മൗണ്ട് മോറിയയിൽ നടന്നത്, മോറിയ മലയിൽ വെച്ച് നടന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ എടുത്ത് വായിച്ച് ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും ദൈവമക്കളെ, എന്തോരം വലിയ ഒരു പരീക്ഷയായിരുന്നു. എന്താ സംഭവിച്ചത്? എന്നാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ പരിശോധനയിലും അവൻ അത്ഭുതകരമായ വിജയം വരിച്ചു. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ അബ്രഹാമിനെ കുറിച്ച് എഴുതി വെച്ചു. പ്രഭാഷകന്റെ പുസ്തകം 44-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, അവിടെ വചനം പറയുന്നു, അനേകം ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു അബ്രഹാം. അവൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എന്തുമാത്രം പരീക്ഷകളിലൂടെ അബ്രഹാം കടന്നുപോയി. എന്നാൽ പരിശുദ്ധാത്മാവ് അബ്രഹാമിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്, അവൻ അതിലെല്ലാം വിശ്വസ്തത തെളിയിച്ചു. ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് വിളിച്ചു പറയാം. ദൈവത്തിന്റെ അംഗീകാരം എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നത് പരിശോധനകളിലൂടെയാണ്. ദൈവം ഒരു വ്യക്തിയെ അംഗീകരിക്കുന്നത് പരിശോധനകളിലൂടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവ പൈതലാണോ? നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ എന്തോരം ആത്മാർത്ഥതയുണ്ട്. നമ്മൾ പറയുന്ന ഹല്ലേലൂയയ്ക്കും ഗ്ലോറിക്കും എന്തോരം ഡെപ്ത് ഉണ്ട്. നമ്മൾ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഏറ്റു പറയാറുണ്ട്. ഈ സ്നേഹത്തിന് എന്തോരം ആഴമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധിക്ക് നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാൻ ദൈവം പലപ്പോഴും നമ്മളെ പരിശോധിക്കാൻ പരീക്ഷകൾ തരും ദൈവമക്കളെ. അവിടെയെല്ലാം അബ്രഹാം ചെയ്തതുപോലെ നമുക്കും ചെയ്യാൻ പറ്റും. ഇതാണ് ദൈവത്തിന് അറിയേണ്ടത്. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 12-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ നോക്കി വിളിച്ചു.
ഈ സമയത്ത് ഏകദേശം അബ്രഹാമിന് 120ഓളം വയസ്സ് പ്രായമുണ്ട്. 75ാമത്തെ വയസ്സിലാണ് ദൈവത്തിന് വിളി അബ്രഹാം സ്വീകരിച്ചത്. 120 വയസ്സ് പ്രായമായി. ഏകദേശം 45 വർഷം അവൻ ദൈവത്തിന് കൂടെ നടന്നു. അവന്റെ വിശ്വാസ ജീവിതം ഇത്രയും വർഷം പൂർത്തിയാക്കി. ആ വിശ്വാസ ജീവിതം കണ്ടുകൊണ്ട് ദൈവം എന്താ പറഞ്ഞെന്നറിയോ? ദൈവം പറഞ്ഞു, കുട്ടിയുടെ മേൽ അബ്രഹാം നീ കൈവയ്ക്കരുത്, അവന് ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പായി. ഹല്ലേലൂയ. എത്ര വർഷം കഴിഞ്ഞിട്ട് ദൈവം ഇങ്ങനെ ഒരു അംഗീകാരം കൊടുത്തത്? എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ദൈവമക്കളെ? മൗണ്ട് മോറിയയിൽ ആ ഫൈനൽ ടെസ്റ്റിൽ അബ്രഹാം വിജയിച്ചു. പരീക്ഷകളെ അതിജീവിക്കുന്ന ഒരു വലിയ വിശ്വാസത്തിന് ഉടമയായി അബ്രഹാം മാറിയപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ എന്നെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് ദൈവത്തിന് ഇത് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റുമെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, അതാണ് ഏറ്റവും വലിയ ദൈവ അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊന്നുമല്ല മക്കളെ. അതുകൊണ്ട് പരീക്ഷകൾ അതിജീവിക്കുന്ന ഒരു വിശ്വാസ തലത്തിലേക്ക് നമ്മൾ ഉയരണം. നമ്മൾ തൊട്ടാവാടി വിശ്വാസക്കാരായി മാറരുത്. ഏതെങ്കിലും ഒരു കാര്യ സാധ്യതയ്ക്ക് വേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി നമ്മൾ മാറരുത്. മറിച്ച് എന്ത് വന്നാലും എന്ത് നഷ്ടപ്പെട്ടാലും ഞാൻ എന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കും, വിശ്വാസത്തെ ഞാൻ പ്രഘോഷിക്കും. ഈ ഒരു ബോധ്യത്തോടെ ഈ ഒരു അഭിഷേക നിറവ് നമ്മിൽ വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈ ഒരു വിശ്വാസ നിറവിന് വേണ്ടി നിങ്ങൾ എല്ലാവരും നിലവിളിച്ച് ദാഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവ് ഇത് തരാൻ തയ്യാറാണ്. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. യേശുവേ നീ മാത്രമാണെൻ രക്ഷാസങ്കേതം. സ്നേഹമൂറും നിൻമൊഴികളൻ ആശാപൊന്തീപം. പരമപരിശുദ്ധനായ ദൈവം, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനായ കർത്താവ് തന്നെ തന്നെ ശൂന്യനാക്കി അപ്പത്തിന്റെ രൂപത്തിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ഈ സമയം ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. ഈ സമയം വിശ്വാസം നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് വേണ്ടി നാളുകളായി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകർക്ക് കർത്താവ് ഈ ആരാധന ശുശ്രൂഷയിൽ ഉത്തരം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് യാചനാപൂർവ്വം നീട്ടി വിളിച്ചു പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം, നമ്മുടെ കുടുംബങ്ങളിലൂടെ യേശു ഉലാത്തുന്ന സമയം, വിശ്വാസത്തിന് ക്രമ നൽകി അനേകം ആയിരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ, പോരാ, ശക്തിയോടെ വിളിക്ക്. എല്ലാ മക്കളും ഒരുമിച്ച് വിളിച്ചു പ്രാർത്ഥിക്കുക. സ്വർഗം ഇടപെടുന്ന സമയമാ, സ്വർഗം പ്രവർത്തിക്കുന്ന സമയമാ. ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറാണ്. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ ഒന്ന് വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീ. വിളിച്ചു പ്രാർത്ഥിക്കുക. ഈശോ ആശീർവദിക്കുന്ന സമയം, അനേകരിലേക്ക് അഭിഷേകം ഒഴുകപ്പെടുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ജനകോടികൾ അഭിഷേകം ചെയ്യണമേ, വിശ്വാസത്തിന് അഭിഷേകം ചെയ്യണമേ. പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസത്തിന്റെ അഭിഷേകം നൽകി ഓരോ വ്യക്തികളെ അഭിഷേകം ചെയ്യണമേ. ഹല 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 ഹല. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ലോത്തിന്റെ ഭാര്യയെ ഓർമ്മിക്കുവിൻ. ഒരു നിമിഷം നമ്മൾ പരിശോധിക്കുക.
ദൈവം നൽകിയ മുന്നറിയിപ്പുകൾ കൃത്യമായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും പ്രാപിക്കാനുള്ള വഴി ദൈവം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.